ആദ്യമാരായിരുന്നു പ്രപ്പോസ് ചെയ്തത്? അയ്യോ, അതങ്ങനെ അത് ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു. രണ്ടുപേർക്കും ഇഷ്ടമായിരുന്നു. പറഞ്ഞു. ഒരുമിച്ചല്ല, ആദ്യം ചോദിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമല്ലോ. ഞാനാ ചോദിച്ചേ. അങ്ങനെ കാര്യം. അപ്പം എന്തായാലും ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും വന്നതിൽ വളരെയധികം സന്തോഷം. സോ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ബാക്കി എന്ത് ചോദ്യമാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാക്രിഫൈസ് ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റും. അതന്നെ. ശരിക്കും കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും ഇത് കൂടുതൽ അറിയാൻ പറ്റും. അതെ ബ്രോ, ശരിക്കും. അതെന്ത് കുത്തി പറയുന്ന പോലെ ജീവിച്ചു തുടങ്ങുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാം. അതെ അതെ, കൂടുതൽ മനസ്സിലാക്കുന്ന ജീവിച്ചു. നിങ്ങളിൽ പ്രണയം ഉള്ളത് കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരുപാട് പറ്റും. ശരിക്കും ശരി. ആയിട്ട് പോവാ. അപ്പൊ പുള്ളി വന്നിട്ടുണ്ട്. നേരെ അങ്ങോട്ടേക്കാ പോവുക. അതെ, എക്സൈറ്റ്മെന്റ് ആണ് ഉറപ്പായിട്ടും. അപ്പം എന്തായാലും കാണാം. പുള്ളി വന്നിട്ടുണ്ട്. ടൈം അങ്ങനെ നമ്മള് ഇല്ല, മുഹൂർത്തം അങ്ങനെ ആയിട്ടൊന്നും ഇല്ല. ഇതിപ്പം രണ്ട് രീതിക്കും അല്ലാത്തത് കൊണ്ട് നമ്മള് വരുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, താലി കെട്ടാതാണ് ഉദ്ദേശിക്കുന്നത്. സാരിയൊക്കെ മാർക്കണ്ട വേവ്സ് ആണ്, ട്രിവാൻഡ്രം തന്നെയാണ്. ആരായിരുന്നു മേക്ക് ഓവർ? അസ്മിന ആയിരുന്നു. അപ്പൊ എന്തായാലും കാണാം. അതെ അതെ അതെ, അടുത്ത ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം എന്തായാലും കാണാം. താങ്ക് യു സോ മച്ച് അമ്മ. ഓക്കേടാ, ഓക്കെ. 6-7 months ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് പോയി കല്യാണം, പെട്ടെന്ന് ആയിരുന്നു പ്ലാൻ ചെയ്തത്. 1 year ആണ് മാക്സിമം നോക്കിയിരുന്നത്. അതും പറഞ്ഞിരുന്നല്ലോ. പെട്ടെന്ന്. എത്ര വർഷത്തെ പ്രണയമായിരുന്നു? 8 വർഷമൊക്കെ പ്രണയിക്കാൻ പറ്റില്ലേ? അതെ, 8 വർഷം. അതെ, നല്ല കാര്യമല്ലേ? കോസ്റ്റ്യൂം ചെയ്തത് ആല ബുട്ടീക്കാണ്. സുരഭി ചേച്ചിയാണ് ഡിസൈനർ. ചേച്ചിയാണിത് അടിപൊളിയായിട്ട് സാരി വർക്കിങ്ങും ഹാൻഡ് വർക്കിങ്ങും എല്ലാം ചെയ്തത് ചേച്ചിയാണ്. എല്ലാവരും നാളെ റിസപ്ഷൻ ആയിരിക്കും മോസ്റ്റ്ലി വരുന്നത്. കല്യാണം ചെറിയൊരു രീതിയിലേക്ക് ഒതുക്കിയതിന്റെ കാരണം അല്ല, നമ്മള് ഫാമിലി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്.